നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകുന്ന ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ മാത്രം മതി. ഇനി നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് ഫുള്ളാകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമ്മളിവിടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ബൈ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, നിങ്ങളുടെ പലരുടെയും ഫോണുകളിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ടാവും. പലരും ഈ ഒരു ആപ്ലിക്കേഷൻ തിരിഞ്ഞ പോലും നോക്കിയിട്ടുണ്ടാവില്ല. ഇതെന്താ ആപ്ലിക്കേഷൻ എന്ന് പോലും അറിയത്തില്ലാത്ത ആളുകളുണ്ടാവും. ഒരുപാട് ആളുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് അറിയാവുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർ ഈ ഒരു വീഡിയോ കാണണമെന്നില്ല. ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്ത ആളുകൾക്ക് ഈ ഒരു വീഡിയോ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ പല കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെമ്മറി ഫുള്ളാകുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്. 1B+ ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. വളരെ വലിയ ആളുകൾ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണുകളിലുള്ള ഇതുപോലുള്ള സ്ക്രീൻഷോട്ട്, അതുപോലെ തന്നെ വർക്ക്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ്, അതുപോലെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ്, ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ്, ഡൗൺലോഡ്സ്, വീഡിയോസ്, ഇമോജീസ്, ഇമേജ്, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. നമുക്കിവിടെ ഇതിനകത്ത് സേഫ് ഫോൾഡർ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫോൾഡറിൽ നമുക്ക് സേഫായിട്ട് ഓരോ ഫോട്ടോസോ വീഡിയോസോ അങ്ങനെയുള്ള നമുക്ക് സേഫായിട്ട് വെക്കേണ്ട കാര്യങ്ങളൊക്കെ സേഫായിട്ട് വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഫേവറേറ്റ് ആയിട്ടുള്ളത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇൻ്റർണൽ സ്റ്റോറേജ്, SD കാർഡ്, അതുപോലെ തന്നെ ഡ്രൈവ്. ഏറ്റവും താഴെ നിങ്ങൾക്ക് ക്ലീൻ ബ്രൗസിങ്, അതുപോലെ തന്നെ നിയർ ബി ഷെയർ. ഈ നിയർ ബി ഷെയർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഡയറക്റ്റ് നിങ്ങളുടെ ഫോണിൽ നിയർ ബി ഷെയർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിയർ ബി ഷെയറിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ട്രിക്കാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് വീഡിയോയിലൂടെ പരിചയപ്പെടാം. ആദ്യം നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ വരുന്ന സ്റ്റോറേജുകൾ ഫുള്ളാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്നുള്ളതാണ്. ഞാനിവിടെ താഴെയായിട്ട് ക്ലീൻ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളെ കാണിക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഈ ഫോൺ വാങ്ങിയിട്ട് ഒത്തിരി സമയം ആയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഇത്രയും GB അധികം നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ജങ്ക് ഫയലായിട്ട് വരുന്നത് മാത്രം ഏതാണ്ട് 1.5 GB ആണ്. അതായത് ഏകദേശം 1 GB മുകളിൽ ജങ്ക് ഫയലുകളാണ്. വെറുതെ നമുക്ക് ആവശ്യമില്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളും നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയലുകളും ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് പോകാതെ കിടക്കുന്ന ഫയലുകളും അനാവശ്യമായിട്ട് ഉപയോഗിച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ജസ്റ്റ് ക്ലീൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ഇവിടെ ക്ലിയർ കൊടുത്തു കഴിഞ്ഞാൽ ആ ജങ്ക് ഫയലുകളെല്ലാം നമുക്കിവിടെ ഇതുപോലെ ക്ലിയർ ആകും. കേട്ടോ, ഇവിടെ ജങ്ക് ഫയൽ. ഇനി നിങ്ങൾക്ക് ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ, നമ്മുടെ ഫോണിൽ ഒന്നിൽ കൂടുതൽ വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ നിന്ന് നമ്മുടെ ഫോണിൽ ഇഷ്ടമുള്ള നമുക്കിവിടെ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇത് ഒറിജിനൽ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും അടുത്തടുത്ത് അതുപോലെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒറിജിനലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടോ, ഒറിജിനലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടോ. ഇതുപോലെ നമുക്ക് ഒന്നിൽ കൂടുതൽ വരുന്ന ഫോട്ടോസ്, അതായത് സെയിം ഫോട്ടോസ് ഒന്നിൽ കൂടുതൽ വരുന്നത് മുഴുവനായിട്ട് ഇവിടെ കാണിക്കും. ഒന്നെങ്കിൽ നമുക്കിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഓൾ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് താഴെ നമുക്ക് ഇതുപോലെ ഡിലീറ്റ് കൊടുക്കാം. കണ്ടോ, ഇതിവിടെ ഓട്ടോമാറ്റിക്കലി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരുന്ന മുഴുവൻ ഫയലുകളും ഇവിടെ ഡിലീറ്റ് ആയി പോയിക്കോളൂ. അങ്ങനെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നിങ്ങൾ ആദ്യം കണ്ടതിനെ കഴിഞ്ഞൊക്കെ ഒരുപാട് വ്യത്യാസം ഫോൺ സ്റ്റോറേജ് വരും. പിന്നെ ഡിലീറ്റ് ഓൾഡ് സ്ക്രീൻഷോട്ടുകൾ, നമ്മൾ നേരത്തെ എടുത്തിട്ടിരിക്കുന്ന സ്ക്രീൻഷോട്ടുകളൊക്കെ ഒരുപാട് വലിയ ലാർജ് ഫയലുകളൊക്കെ ഏകദേശം 212 ഫയലോളം വരുന്നുണ്ട്. അത് നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്തുകൊണ്ട് ഐറ്റംസ് നമുക്കിതുപോലെ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ബാറ്ററി ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തെല്ലാം ഇവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങൾ ചുമ്മാ കിടക്കുന്ന ഫയലുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഡിലീറ്റ് ലാർജ് ഫയലുകൾ, അതായത് വലിയ ഫയലുകൾ, ഏകദേശം 7.16 GB വരുന്ന ഫയൽസ് ഇതിനകത്തുണ്ട്. അതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് മലയാളം ടെക്സ്റ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിലെ ഫയലുകൾ,
അതുപോലെ തന്നെ SD കാർഡ് ഫയലുകൾ, SD കാർഡിലോട്ട് നമുക്ക് ഈ ഒരു ഫയലുകളൊക്കെ ജസ്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് മൂവ് ഫയൽ ടു SD കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിലെടുത്തിട്ട് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും SD കാർഡിലോട്ട് ഈ ഒരു ഫയലുകൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അതിനെന്ന് വെച്ചാൽ ഫോൺ സ്റ്റോറേജ് നിങ്ങൾക്ക് ഫുള്ളാകുന്ന പ്രശ്നം പരിഹരിക്കാം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ അതെടുത്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ഇതുപോലെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫയലുകൾ മൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഫയലുകൾ മൂവ് ചെയ്യാം. അതുപോലെ നമുക്ക് ഡിലീറ്റ് ഡൗൺലോഡ് ഫയൽസ്, അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽസ് ഏതെങ്കിലുമൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുണ്ട് ഇവിടെ കണ്ടെത്താം. നമുക്ക് ഗൂഗിൾ പേ പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ടോ, അല്ല നമ്മുടെ ഫോണിൽ പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്നുള്ളത് ഇതുപോലെ നമുക്കിവിടെ നിന്നും സ്കാൻ ചെയ്ത് ഏതെങ്കിലും ഹ്യൂമനായിട്ടുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസോ APK ഫയലുകളോ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ഫോണിൽ ഹാക്കിങ്ങോ ട്രാക്കിങ്ങോ മെത്തേഡോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ സ്കാനിങ്ങിലൂടെ കണ്ടെത്താം. ഇത് പല സ്ഥലങ്ങളിൽ നിന്നും ഈ ഒരു സ്കാനിങ് നമുക്ക് കിട്ടുമെങ്കിൽ പോലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ ഈ താഴെ അനാവശ്യമായിട്ട് നമുക്കുള്ള ഏതെങ്കിലും ജങ്ക് ഫയലുകളോ അതുപോലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്, നമുക്കിവിടെ ഇത് കാണിച്ചു തരും. ഇപ്പോൾ ഇവിടെ സ്കാൻ നോ ഹ്യൂമൻ ആഫ് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇവിടെ ബ്രൗസിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സേഫ് ഫോൾഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാസ്വേഡ് നിങ്ങൾക്ക് എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ SD കാർഡ് കാണിക്കുന്നുണ്ട്. SD കാർഡിനകത്ത് ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഏറ്റവും താഴെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഫയലുകളൊക്കെ കിടപ്പ് കാണാം, അതിങ്ങനെ എടുത്തിട്ട് അതിവിടെ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ നമുക്കിവിടെ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുണ്ട്. ഇവിടെ ഓൾറെഡി ഡ്രൈവ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രൈവ് വേണമെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാം. നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് പുതിയ ഇത് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിയർ ബൈ ഷെയർ എന്ന് പറയുന്ന ഇത് രണ്ട് ഫോണിലും, അതായത് നിങ്ങൾക്ക് ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അവരുടെ ഫോണിലും നിങ്ങളുടെ ഫോണിലും ഇതുപോലെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ സെൻഡ് അതുപോലെ തന്നെ മറ്റേ ഫോണിൽ റിസീവ് കൊടുത്തുകൊണ്ട് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഡാറ്റകൾ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും, വീഡിയോസ് ഫോട്ടോസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കൊരു സെറ്റിങ്സ് ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾ ബീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, കാരണം നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ മുഴുവൻ ഇവിടെ ഉണ്ടാവും. ഏകദേശം ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയലുകളെല്ലാം ഫോട്ടോസ് വീഡിയോസ് അതുപോലെ വരുന്ന എല്ലാം ഇവിടെ വരും. നിങ്ങളിവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും MB അല്ലെങ്കിൽ GB നമുക്ക് ലാഭം കിട്ടും. അതുപോലെ ഇതുണ്ടാവും. ഇപ്പോൾ തന്നെ 25 MB എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇത് ഞാൻ ഡെയിലി എടുത്ത് കളയുന്നതുകൊണ്ടാണ്. പിന്നെ ഇവിടെ സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, നോട്ടിഫിക്കേഷൻ, ഹൈഡ് സജഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലിയർ സെർച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററികൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററികൾ മറ്റൊരാൾ കാണേണ്ട ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫ്യൂസ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ചെയ്തേക്കുന്ന പോലെ ഇവിടെ എനേബിൾ ആയിരിക്കും, ഇത് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ ഹൈഡായിട്ട് നിൽക്കുന്ന ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ ഹൈഡായിട്ട് നിൽക്കുന്ന ഫയലുകൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഡിസേബിൾ ആണെങ്കിൽ ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഹൈഡ് ആയിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ ഇവിടെ നിന്ന് കണ്ടെത്താം. ഫോട്ടോസ് വീഡിയോസൊക്കെ ഹൈഡായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ഫോണിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം നിങ്ങൾക്ക് വളരെ വലിയ തോതിൽ തന്നെ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഏകദേശം 60 GB മുകളിൽ യൂസേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 59 GB വരും. 1 GB നമുക്ക് ഈ ഒരു ഒറ്റ തവണ ചെയ്തപ്പോൾ തന്നെ ഇതിനകത്ത് ലാഭം വന്നിട്ടുണ്ട്. സെയിം ആയിട്ട് നമുക്ക് SD കാർഡിലും അതുപോലെ തന്നെ ഒരുപാട് ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഗൂഗിളിൻ്റെ തന്നെ പ്ലേ സ്റ്റോർ പ്രൊട്ടക്ഷനുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഉപയോഗിച്ച് നോക്കുക. ഇതിന് മുമ്പ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുതിയതായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കിലൂടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്നുള്ള ആ ഒരു സപ്പോർട്ട് നിങ്ങളിവിടെ തരിക. എന്തായാലും ഞാൻ ഈ ഒരു 1000 ലൈക്കാണ് ഇതിന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ആ ഒരു ലൈക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. See you.